ടു ക്രിയേഷൻ. അപ്പം ഇന്ന് എൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി കഴിഞ്ഞുള്ള പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ആനിവേഴ്സറിക്ക് ബാഗ് കൊണ്ടുവരുന്നു. അപ്പം അതിൽ എന്തൊക്കെ ഐറ്റംസ് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ അത് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോ. അതായത് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ഒക്കെ പോലെ വേണേൽ പറയാം. എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട്. വലിയ സീനില്ല, ചെറുതായിട്ടൊരു മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വളരെ മനോഹരമായ മുറിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞാൻ ബെഡ്ഷീറ്റൊന്നും വിരിച്ചെല്ലാം മടക്കിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം. ഞാൻ ഓരോന്നോരോന്നായിട്ട് എനിക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ആക്സസറീസും തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ മാല വന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇതിലെന്തായിരുന്നു പറയുന്നത് ഗൈസ്, ഞാൻ മറന്നുപോയി. മാട്ടിയില്ലേ, മാട്ടിയും കമ്മലുമായിരുന്നു കേട്ടോ. ഇത് രണ്ടുമായിരുന്നു വേറൊരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, കമ്മലായിട്ട് വന്നത്. പിന്നെ വള ഇതൊക്കെയാണ് കേട്ടോ. ഇത്രയും വള ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ ആക്രിക്ക് കുറച്ച് ക്ലിപ്സ്, സ്ലൈഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ദൈവം, ഇത് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്നതാണ് ഗൈസ്. പിന്നെ പൂ ആയിരുന്നു ഗൈസ്. ഇത് ഞാൻ തല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ പൂ നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കണ്ണാടിയുടെ ബോക്സ്. അപ്പം ഇത്രയാണ് എൻ്റെ തലയിലും കഴുത്തിലും കയ്യിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ മോതിരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ സൈഡിലുണ്ട്. പിന്നെ ഇതാണ്ട് ഞാൻ ഉടുത്ത സാരി, ഇതൊരുമാതിരി ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല ഗൈസ്, ഇന്നലെ വന്നു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ലൈക്ക് രാത്രി താമസിച്ചാണ് കേട്ടോ വന്നത്. അപ്പം ഡയറക്റ്റ് ഊരി അങ്ങോട്ട് ഇട്ടാണ്. പിന്നെ എൻ്റെ ബാഗിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ ചെറിയ കളിയും തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് അതിനകത്തുനിന്ന് പുറത്ത് വന്നത് എൻ്റെ ID കാർഡാണ് ഗൈസ്. എൻ്റെ മനോഹരമായ മുഖം വെച്ചുള്ള ID കാർഡാണത്. പിന്നെ അതിൽ നിന്ന് പുറത്ത് വരുന്നത് നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരിക്കും, നെയിൽ പോളിഷ്. ഈ സാധനം ഞാൻ ഇവിടെ ചിട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സ്കൂളിൽ പോയിരുന്നിട്ടാണ് ഇട്ടത്. പിന്നെ വന്നിട്ട് നമ്മളുടെ വാച്ച്. ഇത് ഞാൻ അന്ന് കെട്ടിക്കൊണ്ട് പോയതാണ് കേട്ടോ. 2 കയ്യിൽ വള ഇടുമ്പോൾ വാച്ച് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് ബാഗിലിട്ടു. പിന്നെ വന്നിട്ട് എന്താ, പിന്നെ ഇതിനകത്തൊന്നുമില്ല ഗൈസ്. പിന്നെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കള്ളി തുറക്കാം. അതിനുള്ളിൽ നമ്മളുടെ സ്വന്തം വാട്ടർ ബോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞാൽ അത് ശൂന്യമായിരുന്നു. പിന്നെ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ തൊട്ട് ബാക്കിലത്തെ കളിയാണ് കേട്ടോ. അതിലതാ എൻ്റെ യൂണിഫോമിൻ്റെ കോട്ട്, അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു കവറുണ്ട്. ഈ കവറിൽ ഞാൻ എൻ്റെ പാൻറ്റും അതുപോലെ എൻ്റെ അണ്ടർ സ്കേർട്ടും ആണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 അണ്ടർ സ്കേർട്ട് കൊണ്ടുവരുന്നു. ഒരെണ്ണം ഷേപ്പ് വിയറും, മറ്റേത് നമ്മുടെ ഫിഷ് കട്ടില്ലേ ആ സാധനം. അപ്പം ഇത് രണ്ടുമാണ് കേട്ടോ. ഇത് ഷേപ്പ് വിയർ അല്ല, ഇതാണ് നമ്മുടെ പാവാട. പിന്നെ തോർത്ത്, അതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി ഗൈസ് പറയാൻ. പിന്നെ ഒരു പാൻറ് ഉണ്ടായിരുന്നു കേട്ടോ. അതിവിടെ എവിടെയോ ഉണ്ടായിരുന്നു, അതെവിടെ പോയി എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ കിട്ടുമായിരിക്കും. പിന്നെ കൊട, പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ. ഇതാ ഗൈസ്, ഇത് ഞാൻ പറഞ്ഞ പാൻറ്. പിന്നെ ഇതിനകത്തുണ്ടായിരുന്നത് വേറെ എൻ്റെ യൂണിഫോമിൻ്റെ പാൻറ്റായിരുന്നു. പിന്നെ ഷർട്ട്. ഇതെല്ലാം നമ്മൾ അപ്പോൾ ഊരിയിട്ടിട്ടുണ്ടാവില്ലേ, അതാണ്. പിന്നെ എൻ്റെ ഹിന്ദിയുടെ നോട്ട് ഗൈസ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്കൂളിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെയാണ് കിട്ടിയത്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്താ നിങ്ങൾക്ക് കാണിച്ചതാണ് ഗൈസ്. ഇതിൽ ഫസ്റ്റ് തന്നെ ആ മാലയുടെ ആ ഒരു വെക്കുന്ന സംഭവമില്ലേ, അതായിരുന്നു. മാലയും കമ്മലുണ്ടായിരുന്നേ. പിന്നെ വന്നിട്ട് നമ്മളുടെ ഡിയോഡ്രൻറ്റ്, ഇത് കാർമസിയുടെ ആണ് കേട്ടോ. പിന്നെ ഒരെണ്ണം നിവിയയുടെ ഉണ്ടായിരുന്നു. നിവിയ അല്ല ഗൈസ്, ക്രീം 21 ആണ്. ബ്രാൻഡ് ക്രീം 21 തന്നെയാന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പിന്നെ ഒരു മിനി മിറർ ഗൈസ്. ഇത് മെയിനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഇത് ഒരു സൈഡ് സൂം ചെയ്തും മറ്റേ സൈഡ് നോർമലുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ വന്നിട്ട് ഒരു ഹെയർ ടൈ ഗൈസ്. ഇത് ഞാൻ തല കെട്ടിയതാണെന്നു. പിന്നെ ഇത് നമുക്ക് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഗൈസ്. ഒരു സൺസ്ക്രീൻ അതിൻ്റെ സൺസ്ക്രീൻ. പിന്നെ നമ്മുടെ ഡെംഡോക്കിൻ്റെ സൺസ്ക്രീൻ കേട്ടോ. പിന്നെ അതിൽ ചെറിയൊരു കറ ഉണ്ട്, അത് ലിപ്സ്റ്റിക്ക് പറ്റിയതാണ്, അത് പിന്നെ പോയിട്ടില്ല ഗൈസ്. പിന്നെ ഒരു ഹെയർ ടൈ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. ഇത് പോൺസിൻ്റെ വെട്ടിയാണല്ലോ, അതിനകത്ത് വേറെ മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ ആൾ ചീപ്പ്. ഇതില്ലേൽ നമ്മളുടെ മുടിയുടെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ വന്നിട്ട് നമ്മുടെ ചെറിയ വളയില്ലേ, ആ വളയുടെ ചെറിയ കല്ലതിൽ ഇളകി വീണിട്ടുണ്ടായിരുന്നു ഗൈസ്.
അപ്പോൾ ഇത്രയായിരുന്നു ഇതിനകത്തുള്ളത്. ഇനി ആ ചെറിയ ബ്രൗൺ കളറ് ബാഗിലുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാട്ടിയില്ലേ, മാട്ടി ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കവറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു മിനി പെർഫ്യൂം അല്ല, ഇതൊരു മിനി സൺസ്ക്രീനാണ്. ആക്ച്വലി അത് നല്ല ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ട് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് മാമാർത്തിൻ്റെയാണ്. ഹണി ബ്ലഷ് ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡിൻ്റെ പേര്. പിന്നെ അത് വേറെ ഏതോ ഒരെണ്ണം കേട്ടോ, അത് കഴിഞ്ഞിട്ട് കാണിച്ചത്. പിന്നെ മാസിൻ്റെ ഗേൾ പവർ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അത് ഹാൻഡ് ക്രീം പോലെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ നമ്മളുടെ ഒടിച്ചു കുത്തി സ്ലൈഡില്ലേ, ടിക് ടാക്ക്, ആ സാധനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞു സൂചി സ്ലൈഡില്ലേ, മറ്റേ സ്ലൈഡല്ല, മറ്റേ മുല്ലപ്പൊക്കെ നമ്മൾ വെക്കുമ്പോൾ യൂസ് ചെയ്തില്ല, അതേ ഉണ്ടായിരുന്നു. ബോബി പിൻസ് സോറി ഗൈസ്. പിന്നെ നമ്മുടെ പിന്നെ മാമാർത്തിൻ്റെ വേറെ ലിപ്സ്റ്റിക്ക്. പിന്നെ വന്നിട്ട് ഒരു ലിപ് ബാം നിവേയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മിനി പെർഫ്യൂം ഉണ്ടോ. ഇത് റീഫിൽ ചെയ്യാൻ പറ്റിയ മിനി ആയിട്ടുള്ള ഒരു ഇതില്ലേ, അതാണ്. പിന്നെ 2 കമ്മല്. ഇത് ഞാൻ അവിടെ വെച്ച് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന കമ്മലാണ് കേട്ടോ. പിന്നെ നമ്മുടെ വാസ്ലീന്, അതുപോലെ തന്നെ നമ്മുടെ മാർസിൻ്റെ ലിപ്സ്റ്റിക്ക് ഷാർപ്പ് ചെയ്യാനുള്ള സാധനമായിരുന്നു കേട്ടോ അത്. പിന്നെ ഐബ്രോക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. എൻ്റെ ഐബ്രോ അത്യാവശ്യം നല്ല തിക്കാണ് കേട്ടോ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് അവിടെ. പിന്നെ വന്നിട്ട് ആ ഒരു കവറിലുണ്ടായിരുന്ന ബോബി പിൻസ് ആയിരുന്നു കേട്ടോ, അത് ഫുൾ അതിനകത്ത് വീണിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് എൻ്റെ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്കിനി യൂണിഫോമെല്ലാം ലോണ്ടറിയിൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടണം. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ യൂണിഫോം എടുത്ത് നമുക്ക് നമ്മുടെ സ്വന്തം വാഷിംഗ് മെഷീനിൽ ഇടണം. അതുപോലെ തന്നെ ഞാൻ ഈ സൈഡ് പോക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അതിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ബാക്കി എല്ലാ തുണികളും നമുക്ക് വെയിലത്തിടണം കേട്ടോ. ഞാൻ ഈ പാൻറ്റും കാര്യങ്ങളെല്ലാം വെയിലത്തിട്ടു. തോർത്ത് പാൻറ്റ് അതെല്ലാം അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സെറ്റ് മുണ്ടുമില്ലേ, അതും ഞാൻ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. കൂടെ അതിൻ്റെ ബ്ലൗസ് കാര്യങ്ങളെല്ലാം, ബ്ലൗസ് ഞാൻ നേരെയല്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, അപ്പം അത് നേരെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയുമാണ് ഞാൻ വെയിലത്തിട്ടത്. പിന്നെ നമ്മുടെ യൂണിഫോം കൊണ്ടുപോയിട്ട് ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് ഒരു പേരയ്ക്ക കിട്ടിയത്. അപ്പം ഉടനെ പോയിട്ട് ഞാനതെടുത്ത് കഴുകി കൊണ്ടുവന്നു ഗൈസ്. ബിക്കോസ് എനിക്ക് പേരയ്ക്കൊക്കെ കാണുമ്പോൾ കഴിക്കാനുള്ള പൂതി വളരെ കൂടുതലാണ് കേട്ടോ. പക്ഷേ അത് കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് നിറച്ചും ചീത്തയാണ്, പുഴുവാണെന്ന് മനസ്സിലായത്. പിന്നെന്താണ്, നമ്മളത് കളഞ്ഞു ഗൈസ്. ആ പൂതി അവിടെ അങ്ങ് തീർന്ന് കിട്ടി. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ചു ഗൈസ്. ഇല്ലെങ്കിൽ പിന്നെ ആ സാധനം കാണില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് റൂമിൽ വെച്ചു. ബുക്കും കാര്യങ്ങളും കുടയും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം ഞാൻ എടുത്തിട്ട് ബെഡിലാണ് കേട്ടോ കൊണ്ട് തട്ടിയത്. പിന്നെ കുപ്പി നമുക്ക് അടുക്കള കൊണ്ട് വെക്കാനുള്ളതാണ്, ഞാൻ അവിടെ കൊണ്ട് വെച്ചു. പിന്നെ നമ്മുടെ യൂണിഫോം അത് നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇടണം കേട്ടോ. അപ്പോൾ ഇത്ര നേരം ഇട്ടു എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, ബട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ മാഗി ഇരിപ്പുണ്ട്, മാഗി ലിപ്പി, അത് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ആനിവേഴ്സറിക്ക് പോയത് കാരണം തന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അതെടുത്ത് ചൂടാക്കി കഴിക്കാം. അപ്പം ഞാൻ അത് നമ്മുടെ നോർമൽ ഇപ്പി പോലെ പഴയ രൂപത്തിലാവാണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഇരുന്ന് കഴിച്ചു ഗൈസ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സമാധാനമായി. പിന്നെ ഞാൻ പോയി ബാക്കിയെല്ലാം റൂമെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി ക്ലീനൊക്കെ ആക്കി വെച്ചു ഗൈസ്. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നേക്കും വരെ ബൈ ബൈ.